സ്പീസിയേഷൻ. ഈ സെഷനിൽ എന്താണ് സ്പീസിയേഷൻ, സ്പീസിയേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സ്പീസിയേഷൻ നടക്കാനുള്ള മെക്കാനിസംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പീസിയേഷൻ. സ്പീസിയേഷൻ രണ്ട് പേരുകളിൽ കൂടെ അറിയപ്പെടാറുണ്ട്: സ്പ്ലിറ്റിംഗ് ലീനിയേജസ് ഓർ ക്ലാഡോജെനസിസ്. അപ്പോൾ സ്പീസിയേഷനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്ന ഗാലപ്പഗോസ് ഐലൻഡ്സിൽ ഡാർവിൻ ഒബ്സർവ് ചെയ്ത ബേർഡ്സിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ സ്പീസിയേഷനെ ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഗാലപ്പഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ കോസ്റ്റൽ ഐലൻഡ്സ് ആണ്. ഡാർവിൻ ഗാലപ്പഗോസ് ഐലൻഡ്സിൽ ഒബ്സർവ് ചെയ്ത ബേർഡ്സ് എല്ലാം, അല്ലെങ്കിൽ അവയുടെ ആൻസിസ്ട്രൽ ഫോംസ് എല്ലാം ഈ സൗത്ത് അമേരിക്കൻ റീജിയണിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. ഈ ആൻസിസ്ട്രൽ ആയിട്ടുള്ള ഫിഞ്ചിന് പലതരത്തിലുള്ള മോഡിഫിക്കേഷൻ നടന്ന് പലതരത്തിലുള്ള ഡിസെൻഡൻസ് ഉണ്ടായി. ഈ മോഡിഫിക്കേഷൻ ഉണ്ടാകാനുള്ള കാരണം ആ ഐലൻഡ്സിൽ ഫുഡിൻ്റെ അവൈലബിലിറ്റി വ്യത്യസ്തമായിരുന്നു. ആ ഫുഡിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ ആൻസിസ്ട്രൽ ഫിഞ്ച് വെറൈറ്റിയിൽ ബീക്കിന് മോഡിഫിക്കേഷൻസ് ഉണ്ടായി. അവയുടെ ഡയറ്റ് മാറിയപ്പോഴേക്കിന് അവയുടെ എക്സ്റ്റേണൽ മോർഫോളജിയും ഇൻറ്റേർണൽ അനാട്ടമിക്കും വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ബേർഡ്സിന് പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആ എൻവയോൺമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സംഭവിച്ചു. അങ്ങനെ അവ പുതിയ സ്പീഷീസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. അപ്പോൾ സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസിസ്ട്രൽ സ്റ്റോക്കിൽ നിന്ന് ഡിസെൻഡൻസ് ഉണ്ടായി വരുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പീസിയേഷൻ. ഇപ്പോൾ സ്പീസിയേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് സ്പീഷീസ്, അതിൻ്റെ ഡെഫിനീഷൻ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ മേജറായിട്ടുള്ള ഫീച്ചേഴ്സ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കണം. അപ്പോൾ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ലിവിങ് വേൾഡിൽ പലതരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. പലതരത്തിലുള്ള ഓർഗാനിസംസ് സ്പീഷീസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ്. ദെൻ ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസംസ് വിച്ച് ക്യാൻ ഫ്രീലി ഇൻ്റർബ്രീഡ് എമംഗ് ദംസെൽസ് ടു പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓസ്പ്രിങ്സ്. അപ്പോൾ സിമിലർ ഓർഗാനിസത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അവയ്ക്കുള്ളിൽ തന്നെ ഇൻ്റർബ്രീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. സെക്ഷുവൽ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആകാനുള്ള എബിലിറ്റി ഉണ്ട്. അങ്ങനെ അവ ഇൻ്റർബ്രീഡ് ചെയ്യുമ്പോൾ ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സിമിലർ ഓർഗാനിസംസ് ഉള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു സ്പീഷീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡെഫിനിഷനകത്ത് പല തരത്തിലുള്ള കൺസെപ്റ്റ്സും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ സ്പീഷീസിൻ്റെ എന്തൊക്കെയാണ് മേജർ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് നാച്ചുറലി ഇൻ്റർബ്രീഡിങ് ഓർഗാനിസംസ്. അപ്പോൾ അവയ്ക്ക് ഒരു തരത്തിലുള്ള ഇൻ്റർബ്രീഡ് ചെയ്യാൻ, അവ പരസ്പരം മെയ്റ്റ് ചെയ്യാനുള്ള, ഓപ്പോസിറ്റ് സെക്സിലുള്ള ഇൻഡിവിജ്വൽസ് പരസ്പരം മെയ്റ്റ് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള ഇൻഹിബിഷനും ഇല്ല. അവയ്ക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റും. അവയുടെ സെക്ഷുവൽ ഓർഗൻസും അതുപോലെ തന്നെ ബയോളജിക്കലായിട്ടുള്ള പലതരത്തിലുള്ള ഫാക്ടേഴ്സും വളരെ ഫേവറബിളാണ് ഇൻ്റർബ്രീഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അവർ നാച്ചുറലായിട്ട് തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആകുന്ന ഒരു ഗ്രൂപ്പാണ്. ദെൻ ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രോം അതർ ഗ്രൂപ്പ്സ്. മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. ആ മറ്റുള്ള ഗ്രൂപ്പുകളുമായിട്ട് അവരൊരിക്കലും സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ ഇൻവോൾവ് ആകത്തില്ല, റീപ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ദെൻ ദേ ആർ എ ഡൈനാമിക് യൂണിറ്റ് കേപ്പബിൾ ഓഫ് ചേഞ്ച് ഓർ മോഡിഫിക്കേഷൻ. അപ്പോൾ ഒരു ഡൈനാമിക് ആയിട്ടുള്ള, ഒരു സ്റ്റാറ്റിക് അല്ലാത്ത ഒരു ഗ്രൂപ്പാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവയിൽ പലതരത്തിലുള്ള ചേഞ്ചും മോഡിഫിക്കേഷൻസും ഉണ്ടാകാം. അതായത് അവ ട്രാൻസ്ഫോം ചെയ്ത് പുതിയ കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ പുതിയ സ്പീഷീസ് ആയിട്ട് മാറാം എന്നുള്ളതാണ്. ഇപ്പം മറ്റുള്ള ഗ്രൂപ്പുകളുമായിട്ട് ഇവർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണ്.
പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ചില ഇൻസ്റ്റൻസസിൽ മറ്റുള്ള ഗ്രൂപ്പുകളുമായിട്ട് സെക്ഷുവൽ ഇൻ്റർകോഴ്സിൽ ഇൻവോൾവ് ആവും, അങ്ങനെ ഓസ്പ്രിങ്സ് ഉണ്ടാവും. ഇപ്പോൾ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സിന് പറയുന്ന പേരാണ് ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത്. ഈ ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ആയിരിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ബേസിക് ഡെഫിനിഷനിൽ നോക്കുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസം ദാറ്റ് ക്യാൻ ഫ്രീലി ഇൻ്റർബ്രീഡിങ് എമംഗ് themselves to produce fertile offsprings. അപ്പോൾ ഒരു സ്പീഷീസിനകത്തുള്ള ഇൻഡിവിജ്വൽസ് പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ആണ് ഉണ്ടാകുന്നത്. അവയ്ക്കും അടുത്ത ജനറേഷൻ റേസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ മറ്റുള്ള ഗ്രൂപ്പുകളുമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബ്രീഡ് ചെയ്ത് ഹൈബ്രിഡ്സ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഹൈബ്രിഡ്സ് ഫെർട്ടൈൽ ആയിരിക്കില്ല, അവ സ്റ്റെറൈൽ ആയിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് മ്യൂൾ എന്ന് പറയുന്ന ആ ഹൈബ്രിഡിനെ എടുക്കാം. മെയിൽ ഡോങ്കിയും ഫീമെയിൽ ഹോഴ്സും തമ്മിലുള്ള മീറ്റിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഹൈബ്രിഡാണ് മ്യൂൾ. ഈ മ്യൂള് സ്റ്റെറൈലായിട്ടുള്ള ഇൻഡിവിജ്വലാണ്. കോവർ കഴുത എന്ന് പറയുന്ന ആ കാറ്റഗറി സ്റ്റെറൈൽ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ ആരൊക്കെ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്? മെയിൽ ഡോങ്കിയും ഫീമെയിൽ ഹോഴ്സും തമ്മിൽ. അപ്പോൾ ഹോഴ്സും ഡോങ്കിയും 2 സ്പീഷീസാണ്. അവ തമ്മിൽ മീറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ഇൻഡിവിജ്വൽ ഒരു ഹൈബ്രിഡാണ്. ആ ഹൈബ്രിഡ് സ്റ്റെറൈൽ ആയിരിക്കും. ഇതേപോലെ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ് ലൈഗർ എന്ന് പറയുന്നത്. മെയിൽ ലയണും ഫീമെയിൽ ടൈഗറും തമ്മിലുള്ള സെക്ഷുവൽ കോണ്ടാക്റ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഹൈബ്രിഡാണ് ലൈഗർ. അപ്പോൾ ലൈഗറും നേരത്തെ പറഞ്ഞ മ്യൂള് പോലെ തന്നെ സ്റ്റെറൈൽ ആയിരിക്കും. ഇനി നമുക്ക് ഈ സ്പീസിയേഷൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, ടൈപ്സ് ഓഫ് സ്പീസിയേഷൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സ്പീസിയേഷൻ ഒരു ബ്രോഡ് സ്പെക്ട്രം കാറ്റഗറീസ് വരുന്നുണ്ട്. 2 മേജർ കാറ്റഗറീസ് ആണുള്ളത്. സ്പീസിയേഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 മേജർ കാറ്റഗറീസ്, ഫൈലറ്റിക് സ്പീസിയേഷൻ ആൻഡ് ട്രൂ സ്പീസിയേഷൻ. ഈ 2 കാറ്റഗറിക്കും സബ് ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫൈലറ്റിക് സ്പീസിയേഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 2 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ സ്പീസിയേഷന് കാരണമാകുന്ന 2 തരത്തിലുള്ള മെക്കാനിസംസ് ആണ് വരുന്നത്. അല്ലോജീനസ് ട്രാൻസ്ഫോർമേഷൻസ്, ദെൻ ഓട്ടോജീനസ് ട്രാൻസ്ഫോർമേഷൻസ്. ട്രൂ സ്പീസിയേഷൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഇൻസ്റ്റൻറ്റേനിയസ് സ്പീസിയേഷൻ ആൻഡ് ഗ്രാജുവൽ സ്പീസിയേഷൻ. ഇനി ഗ്രാജുവൽ സ്പീസിയേഷനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അല്ലോപാട്രിക് സ്പീസിയേഷൻ ആൻഡ് സിംപാട്രിക് സ്പീസിയേഷൻ. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് സ്പീസിയേഷൻ. ഇതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ 1 by 1 ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്പീസിയേഷൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. സ്പീസിയേഷൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫൈലറ്റിക് ആൻഡ് ട്രൂ സ്പീസിയേഷൻ. ഇനി ഫൈലറ്റിക് സ്പീസിയേഷനകത്ത് തന്നെ അല്ലോജീനസ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്, ഓട്ടോജീനസ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. ട്രൂ സ്പീസിയേഷൻ 2 കാറ്റഗറിയിലാണ് വരുന്നത്: ഇൻസ്റ്റൻറ്റേനിയസ് ആൻഡ് ഗ്രാജുവൽ സ്പീസിയേഷൻ. ഇനി ഗ്രാജുവൽ സ്പീസിയേഷൻ തന്നെ 2 കാറ്റഗറി ഉണ്ട്: അല്ലോപാട്രിക് സ്പീസിയേഷൻ ആൻഡ് സിംപാട്രിക് സ്പീസിയേഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യത്തെ കാറ്റഗറി, ദാറ്റ് ഈസ് ഫൈലറ്റിക് സ്പീസിയേഷൻ, എന്താണെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് വൺ സ്പീഷീസ് ഇൻറ്റു അനദർ. ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത, 1 സ്പീഷീസ് എക്സിസ്റ്റ് അറ്റ് എ ടൈം. അപ്പോൾ ഒരു സമയത്ത് ഒരു സ്പീഷീസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു സ്പീഷീസ് എ ഒരു ഗിവൺ കണ്ടീഷനിൽ ഗിവൺ ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ സ്പീഷീസ് എയ്ക്ക് പലതരത്തിലുള്ള എവല്യൂഷണറി ട്രാൻസ്ഫോർമേഷനും സംഭവിക്കുകയാണ്. അതായത് മ്യൂട്ടേഷനും നാച്ചുറൽ സെലക്ഷനും ജനറ്റിക് ഡ്രിഫ്റ്റും ഒക്കെ സ്പീഷീസ് എയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്പീഷീസ് എ ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യും. സ്പീഷീസ് എ സ്പീഷീസ് ബി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. അപ്പോൾ സ്പീഷീസ് ബി ആയിട്ട് അത് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എക്സിസ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? സ്പീഷീസ് ബി ആയിരിക്കും. അതായത് സ്പീഷീസ് എ ആ സമയത്ത് ഉണ്ടാവത്തില്ല. സ്പീഷീസ് എ കംപ്ലീറ്റ്ലി സ്പീഷീസ് ബി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് മാറിയിരിക്കുകയാണ്. ഇനി സ്പീഷീസ് ബിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ആ സ്പീഷീസ് ബി സ്പീഷീസ് സി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറുകയാണ്. അതായത് സ്പീഷീസ് ബിയിൽ എലമെൻ്റൽ ഫോഴ്സസ് ഓഫ് എവല്യൂഷൻ, നാച്ചുറൽ സെലക്ഷനും മ്യൂട്ടേഷനും ജീൻ ഫ്ലോയും ജനറ്റിക് ഡ്രിഫ്റ്റും ഒക്കെ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ട്രാൻസ്ഫോം ചെയ്ത് സ്പീഷീസ് സി ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ.
അതായത് സ്പീഷീസ് എയിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് വന്നതാണ് സ്പീഷീസ് ബി. അപ്പോൾ സ്പീഷീസ് ബി മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഇനി സ്പീഷീസ് ബിയിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് വന്നതാണ് സ്പീഷീസ് സി. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ സ്പീഷീസ് സി മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം 1 സ്പീഷീസ് എക്സിസ്റ്റ് അറ്റ് എ ടൈം. അതാണ് ഫൈലറ്റിക് സ്പീസിയേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഫൈലറ്റിക് സ്പീസിയേഷൻ തന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓട്ടോജീനസ് ട്രാൻസ്ഫോർമേഷൻ, ദെൻ അല്ലോജീനസ് ട്രാൻസ്ഫോർമേഷൻസ്. ഇപ്പോൾ ഓട്ടോജീനസ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ occur through the action of several factors on existing species. ഇപ്പോൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സിൻ്റെയും എഫക്റ്റ് കൊണ്ടാണ് എക്സിസ്റ്റിംഗ് സ്പീഷീസിൽ പലതരത്തിലുള്ള എവല്യൂഷണറി ഫാക്ടേഴ്സും ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഓട്ടോജീനസ് ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ആ ഫൈലറ്റിക് സ്പീസിയേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എലമെൻ്റൽ ഫോഴ്സസ് ഓഫ് എവല്യൂഷനാണ്. ഈ ഫോഴ്സസ് ഒക്കെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഇനി ഉള്ളതാണ് അല്ലോജീനസ് ട്രാൻസ്ഫോർമേഷൻസ്. ഈ അല്ലോജീനസ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻസ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ദ ഹൈബ്രിഡൈസേഷൻ വിത്ത് അനദർ സ്പീഷീസ്. വേറെ സ്പീഷീസുമായിട്ട് ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്പീസിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം ഫൈലറ്റിക് സ്പീസിയേഷൻ്റെ 2 കാറ്റഗറിയാണ്, ഓട്ടോജീനസ് ട്രാൻസ്ഫോർമേഷൻസും അല്ലോജീനസ് ട്രാൻസ്ഫോർമേഷൻസും. ഇനി അടുത്ത കാറ്റഗറിയാണ് ട്രൂ സ്പീസിയേഷൻ. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രൂ സ്പീസിയേഷൻ എന്ന് പറയുന്നത് ഈ ഫൈലറ്റിക് സ്പീസിയേഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. 1 species give rise to 2 or more contemporary species by a process of multiplication. ഇപ്പോൾ ഒരു സ്പീഷീസിൽ നിന്ന് 2 അതിൽ കൂടുതലോ കണ്ടംപററി ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ നടന്ന് ബി, സി, ഡി എന്ന് പറയുന്ന 3 തരത്തിലുള്ള സ്പീഷീസ് ഉണ്ടായി. ഈ 3 ട്രാൻസ്ഫോർമേഷൻസ് നടന്നുണ്ടായ ഡിസെൻഡൻസും ഈ പേരൻ്റൽ ടൈപ്പുമായിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യും? കോ എക്സിസ്റ്റ് ചെയ്യും. ഈ 3 എണ്ണവും കോ എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പേരൻ്റൽ ടൈപ്പും അതായത് ആൻസിസ്ട്രൽ ടൈപ്പും വേണമെങ്കിൽ ഒരു ഗിവൺ കണ്ടീഷനിൽ ഒരു ഗിവൺ ടൈമിൽ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫൈലറ്റിക് സ്പീസിയേഷൻ പറഞ്ഞായിരുന്നു അവിടെ ഒരു സ്പീഷീസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. എയിൽ നിന്ന് ബി ഉണ്ടായിക്കഴിഞ്ഞാൽ ബി മാത്രം എക്സിസ്റ്റ് ചെയ്യും, ബിയിൽ നിന്ന് സി ഉണ്ടായിക്കഴിഞ്ഞാൽ സി മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, എയിൽ നിന്ന് ബിയും സിയും ഡിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബിയും സിയും ഡിയും കോ എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ചിലപ്പോൾ ആ പേരൻ്റൽ ടൈപ്പും അതായത് ആൻസിസ്ട്രൽ സ്റ്റോക്കും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈപ്പ് സ്പീസിയേഷനാണ് ട്രൂ സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ദ ഡോട്ടർ സ്പീഷീസ് മേ കോ എക്സിസ്റ്റ് വിത്ത് പേരൻ്റൽ സ്പീഷീസ്. അപ്പോൾ ഈ ഡോട്ടർ സ്പീഷീസ് മേ എന്നുള്ള വാക്കിന് അവിടെ പ്രത്യേകതയുണ്ട്, അവിടെ ഒരു സ്ട്രെസ് ഉണ്ട്. ചിലപ്പോൾ പേരൻ്റൽ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാം, ആൻസിസ്ട്രൽ സ്റ്റോക്ക് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാം, ആ ഡിസെൻഡൻസ് മാത്രമേ കോ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ചില സാഹചര്യത്തിൽ അങ്ങനെയല്ല, ആ പേരൻ്റൽ സ്റ്റോക്കും ആ ഡിസെൻഡൻസുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ട്രൂ സ്പീസിയേഷൻ. ഇനി ട്രൂ സ്പീസിയേഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ 2 തരത്തിലുള്ള ട്രൂ സ്പീസിയേഷൻ ടൈപ്സ് ആണുള്ളത്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീസിയേഷൻ, ദെൻ ഗ്രാജുവൽ സ്പീസിയേഷൻ. ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ മ്യൂട്ടേഷൻ ആൻഡ് പോളിപ്ലോയിഡി. അതായത് മ്യൂട്ടേഷൻ, സഡൻ ഹെറിറ്റബിൾ ആയിട്ടുള്ള ജനറ്റിക് മേക്കപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ആ മ്യൂട്ടേഷൻസിൻ്റെ ഫലമായിട്ട് ജീൻ മ്യൂട്ടേഷൻസ്, പോയിന്റ് മ്യൂട്ടേഷൻസ്, ക്രോമസോമൽ മ്യൂട്ടേഷൻസ് അതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന സ്പീസിയേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ട്രൂ സ്പീസിയേഷനാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ രണ്ടാമത്തെ കോസറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് പോളിപ്ലോയിഡിയാണ്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ സെറ്റ് ഓഫ് ക്രോമസോമിൽ ഇൻക്രീസ് ഉണ്ടാവുന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 2n ആണ്. 2 സെറ്റ് ക്രോമസോംസ് ആണ് ഉള്ളത്, മറ്റേണൽ കോപ്പിയും പറ്റേണൽ കോപ്പിയും ഒരു സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൽ. ഇപ്പോൾ അതിൻ്റെ നമ്പർ, അതിൻ്റെ സെറ്റ്സ് എന്താണ് 3n ആകുക അല്ലെങ്കിൽ 4n ആകുക. ട്രിപ്ലോയിഡി, ടെട്രാപ്ലോയിഡി,
പെൻറ്റാപ്ലോയിഡി ഇതുപോലുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അത് ആൻസിസ്ട്രൽ സ്റ്റോക്കിനെ പുതിയ സ്പീഷീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പോളിപ്ലോയിഡിയുടെ ഫലമായിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീസിയേഷൻ മിക്കവാറും സംഭവിക്കുന്നത് പ്ലാന്റ്സിലും അതുപോലുള്ള ഓർഗാനിസത്തിലൊക്കെ ആയിരിക്കും. ആനിമൽസിൽ കൂടുതലും ഈ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീസിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് മ്യൂട്ടേഷൻ്റെ ഫലമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഗ്രാജുവൽ സ്പീസിയേഷൻ. അപ്പം ഇവിടെ ഡാർവിൻ പറയുന്ന പോലെ തന്നെ എന്താണ് ഈ ഗ്രാജുവലായിട്ട് ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്ത് പേരൻ്റൽ പോപ്പുലേഷൻ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ഗ്രാജുവൽ സ്പ്ലിറ്റിംഗ് ഓഫ് പേരൻ്റൽ പോപ്പുലേഷൻസ്. അപ്പോൾ ഗ്രാജുവൽ സ്പീസിയേഷൻ തന്നെ രണ്ട് കാറ്റഗറിയാണ് വരുന്നത്, അല്ലോപാട്രിക് സ്പീസിയേഷനും പിന്നെ സിംപാട്രിക് സ്പീസിയേഷനും. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി അല്ലോപാട്രിക് സ്പീസിയേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീസിയേഷൻ മെക്കാനിസമാണ് അല്ലോപാട്രിക് സ്പീസിയേഷൻ. Formation of new species when populations of a parental species get geographically isolated. Occurs in sexually reproducing populations. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു പേരൻ്റൽ പോപ്പുലേഷൻ ഡോട്ടർ പോപ്പുലേഷനായിട്ട് സ്പ്ലിറ്റ് ആവുന്നു ത്രൂ ഓർ ബൈ ദ ഏജൻസി ഓഫ് എ ജോഗ്രഫിക്കൽ ബാരിയർ. അപ്പോൾ ഒരു ജോഗ്രഫിക്കൽ ബാരിയർ അത് ഒരു ജലാശയമാകാം, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പേസ് ഉണ്ടാക്കുന്ന ഒരു പോപ്പുലേഷനെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ജോഗ്രഫിക്കലായിട്ടുള്ള ഏത് തരത്തിലുള്ള ഫാക്ടറും ഒരു ജോഗ്രഫിക്കൽ ബാരിയറാണ്. അപ്പം ജോഗ്രഫിക്കൽ ബാരിയറിൻ്റെ ഫലമായിട്ട് പോപ്പുലേഷൻസ് ഐസൊലേറ്റഡ് ആവുന്നു, സ്പ്ലിറ്റ് ആവുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ആവുന്ന പോപ്പുലേഷൻസിൽ സംഭവിക്കുന്ന സ്പീസിയേഷനാണ് അല്ലോപാട്രിക് സ്പീസിയേഷൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ബീറ്റലിൻ്റെ ഒരു പോപ്പുലേഷൻ കാണിച്ചിരിക്കുന്നു. ഇതാണ് ആൻസിസ്ട്രൽ ആയിട്ടുള്ള ആ ബീറ്റൽ പോപ്പുലേഷൻ. ആ ബീറ്റൽ പോപ്പുലേഷനെ ഒരു ജോഗ്രഫിക്കൽ ബാരിയർ രണ്ട് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. രണ്ട് ഗ്രൂപ്പായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പിന്നീട് ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഡോട്ടർ പോപ്പുലേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ പേരൻ്റൽ പോപ്പുലേഷൻ ഒന്നായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മളെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? മ്യൂട്ടേഷൻസ്, ദെൻ നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ഇതുപോലുള്ള ഫോഴ്സസ് ഈ ഓരോ പോപ്പുലേഷനിലും ആക്ട് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. അങ്ങനെ ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസ് കാലക്രമേണ അത് പുതിയ സ്പീഷീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറുന്നു. പിന്നീട് ഈ ഐസൊലേഷൻ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പോലും ഈ രണ്ട് ഗ്രൂപ്പും പരസ്പരം എന്ത് ചെയ്യില്ല? ഇൻ്റർബ്രീഡ് ചെയ്യില്ല. അവർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയി, അതിൻ്റെ അർത്ഥം അവർ പുതിയ സ്പീഷീസ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ അസംബ്ലേജിനെ പല ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ജോഗ്രഫിക്കൽ ബാരിയർ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ആ പർട്ടിക്കുലർ സ്പ്ലിറ്റ് ചെയ്തുണ്ടാകുന്ന ഡോട്ടർ പോപ്പുലേഷൻസിൽ ഡൈവേർജൻസ് ഉണ്ടാകും, ജനറ്റിക് ഡൈവേർജൻസ് എക്സിസ്റ്റ് ചെയ്യും. അതിനുള്ള കാരണം ആ പോപ്പുലേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ആ പേരൻ്റൽ പോപ്പുലേഷൻ എങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ പുതിയ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ അവർക്ക് മീറ്റ് ചെയ്യേണ്ട ചലഞ്ചസ്, അവർക്ക് ഓവർകം ചെയ്യേണ്ട നീഡ്സ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് ആ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗാനിസം ശ്രമിക്കും, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓർഗാനിസത്തിൽ ഉണ്ടാകും. അത് ഡൈവർജൻസിന് കാരണമാവും, ജീൻ പൂളിൽ വ്യത്യാസം ഉണ്ടാകും, അല്ലീലിക് ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാകും, അത് ട്രാൻസ്ഫോർമേഷന് കാരണമാവും. ഫൈനലായിട്ട് അവ പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. ഇനി ആ ബാരിയർ അവിടെ നിന്ന് മാറ്റിയാൽ പോലും അവർ എന്ത് ചെയ്യില്ല? ഇൻ്റർബ്രീഡ് ചെയ്യില്ല. അവർ പുതിയ സ്പീഷീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ ഇത് എന്തൊക്കെയാണ് അല്ലോപാട്രിക് സ്പീസിയേഷൻ്റെ സ്റ്റെപ്സ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പേരൻ്റൽ പോപ്പുലേഷനെ സ്പ്ലിറ്റ് ആക്കുക എന്നുള്ളതാണ്, ത്രൂ എ ബാരിയർ. ഇപ്പോൾ ഫോർമേഷൻ ഓഫ് എ ബാരിയർ. ആ ബാരിയർ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആകാം. അതായത് ഫിസിക്കൽ ഡിസ്റ്റൻസ്, ഈ
പോപ്പുലേഷനകത്ത് ഓർഗാനിസത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള ജോഗ്രഫിക്കലായിട്ടുള്ള കമ്മോഡിറ്റിയെയും നമുക്ക് എന്ത് വിളിക്കാം? ജോഗ്രഫിക്കൽ ബാരിയർ എന്ന് വിളിക്കാം. അത് മൗണ്ടൻ റേഞ്ച് ആകാം, ഒരു വാട്ടർ ബോഡി ആകാം, അങ്ങനെ ഏത് തരത്തിലുള്ള ജോഗ്രഫിക്കലായിട്ടുള്ള കമ്മോഡിറ്റിയും ആകാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മൗണ്ടൻ റേഞ്ച് എന്നൊക്കെ പറയുന്നത് ഒരു പോപ്പുലേഷനെ സ്പ്ലിറ്റ് ചെയ്യാൻ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. അത് ഉണ്ടായി വരാൻ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കും. പക്ഷേ ഗ്രാജുവലായിട്ട് എന്ത് സംഭവിക്കും? ഒരു പാരൻ്റൽ പോപ്പുലേഷൻ അത് പല പോപ്പുലേഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് എ ബാരിയർ. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്പ്ലിറ്റിംഗ് ഓഫ് ദി ജീൻ പൂൾ. അപ്പോൾ ബാരിയർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് ജീൻ പൂളിൻ്റെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരൻ്റൽ പോപ്പുലേഷൻ്റെ ജനറ്റിക് ഡൈവേഴ്സിറ്റി എത്രമാത്രം റിച്ച് ആയിരുന്നോ അത്രയും റിച്ച്നെസ് ഈ ഡോട്ടർ പോപ്പുലേഷനിൽ കാണത്തില്ല. പല അലീൽസും പല രീതിയിൽ ആയിരിക്കും ഈ ഡോട്ടർ പോപ്പുലേഷനകത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. അല്ലീൽ ഫ്രീക്വൻസിയിൽ അപ്പോൾ തന്നെ ഈ സ്പ്ലിറ്റ് നടന്നപ്പോൾ തന്നെ എന്തുണ്ടായി? ചേഞ്ചസ് ഉണ്ടായി. അപ്പോൾ ജീൻ പൂൾ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയി. ദെൻ ഇതിനകത്ത് എലമെൻ്റൽ ഫോഴ്സസ് ഓഫ് എവല്യൂഷൻ, അതായത് മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് പോലെയുള്ള ഫോഴ്സസ് സെപ്പറേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അത് ആക്ട് ചെയ്യാനുള്ള കാരണം ഈ ജോഗ്രഫിക്കൽ ബാരിയർ ഉണ്ടാക്കിയ ഐസൊലേഷനാണ്. ജോഗ്രഫിക്കൽ ബാരിയർ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ ഓർഗാനിസത്തിൽ ഡോട്ടർ പോപ്പുലേഷനിൽ ഉണ്ടാക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ എലമെൻ്റൽ ഫോഴ്സസ് ഓഫ് എവല്യൂഷൻ്റെ ആക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ജനറ്റിക് ഡൈവർജൻസ് ആണ്. അപ്പോൾ ഈ എലമെൻ്റൽ ഫോഴ്സസ് ആക്ട് ചെയ്ത് നാച്ചുറൽ സെലക്ഷനും ജനറ്റിക് ഡ്രിഫ്റ്റും മ്യൂട്ടേഷനും ഒക്കെ ആക്ട് ചെയ്ത് ജീൻ പൂളിനെ വളരെ ഡൈവേർജ്ഡ് ആക്കും. അപ്പോൾ പലതരത്തിലുള്ള പുതിയ അലീൽസും ഈ പർട്ടിക്കുലർ പോപ്പുലേഷൻസിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആകും. ചില അലീൽസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലോസ് ഉണ്ടാകും. അപ്പം ജനറ്റിക്കലി ഡൈവേർജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറും. ദെൻ പോപ്പുലേഷൻ വിൽ നോട്ട് ഇൻ്റർബ്രീഡ് ഈവൻ ഇഫ് ദ ബാരിയർ ഗെറ്റ് ഡിസപ്പിയർഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ടായ ആ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ഫാക്ടർ, ആ ബാരിയർ എന്ന് പറയുന്നത് ഇല്ലാതായാൽ പോലും ഇനി ഡൈവർജൻസ് നടന്നതുകൊണ്ട് ഈ ഡോട്ടർ പോപ്പുലേഷൻസ് പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്യില്ല. അതിൻ്റെ കാരണം അവരെന്താണ്? പുതിയ സ്പീഷീസ് ആയിട്ട് അവർ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളതാണ്. ദേ ആർ നൗ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ അവർ ഇപ്പോൾ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണ്. അതിൻ്റെ അർത്ഥം അവർ പുതിയ സ്പീഷീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇഫ് ദ ഐസൊലേഷൻ ഈസ് പാർഷ്യൽ, സ്റ്റെറൈൽ ഹൈബ്രിഡ്സ് വിൽ ബി ഫോംഡ്. അതായത് ഈ ജോഗ്രഫിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ അത് അത്ര സ്ട്രോങ് അല്ല. ഇടയ്ക്ക് വെച്ചിട്ട് പല ഇൻഡിവിജ്വൽസിനും പരസ്പരം മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പാർഷ്യലായിട്ടുള്ള ഒരു ബാരിയറാണ്. അപ്പോൾ ഇൻ്റർബ്രീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഡൈവേർജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇൻ്റർബ്രീഡിങ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് എന്ന് പറയുന്നത് സ്റ്റെറൈൽ ഹൈബ്രിഡ്സ് ആണ്. ഈ സ്റ്റെറൈൽ ഹൈബ്രിഡ്സ് ഫെർട്ടൈൽ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവയ്ക്ക് അടുത്ത ജനറേഷൻ റേസ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് നാച്ചുറലായിട്ട് അവ എലിമിനേറ്റഡ് ആവും. ഇപ്പം നാച്ചുറൽ സെലക്ഷൻ ഓപ്പറേറ്റ് ചെയ്യും. നാച്ചുറൽ സെലക്ഷൻ വിൽ എലിമിനേറ്റ് സച്ച് വേസ്റ്റേജ്. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഏജൻസി ആയിട്ടൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നാച്ചുറലി ദ സ്റ്റെറൈൽ ഹൈബ്രിഡ്സ് വിൽ ബി എലിമിനേറ്റഡ്. കാരണം അവയ്ക്ക് എന്താണ്? ഫെർട്ടിലിറ്റി ഇല്ല, അവയ്ക്ക് അടുത്ത ജനറേഷൻ റേസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതുകൊണ്ട് അവ എലിമിനേറ്റഡ് ആയി പോകുന്നതാണ്. അപ്പോൾ അൺഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ഇൻഡിവിജ്വൽസ് ആണ് അവ. അപ്പം നാച്ചുറലായിട്ട് എലിമിനേറ്റഡ് ആവും. അതിനെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അലോപാട്രിക് സ്പീസിയേഷൻ്റെ സ്റ്റെപ്സ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഫോർമേഷൻ ഓഫ് എ ബാരിയർ, സ്പ്ലിറ്റിംഗ് ഓഫ് ദി ജീൻ പൂൾ, ദെൻ ആക്ഷൻ ഓഫ് എലമെൻ്റൽ ഫോഴ്സസ് ഓഫ് എവല്യൂഷൻ ഓൺ ഈച്ച് പോപ്പുലേഷൻ, ദാറ്റ് ഈസ് ദ ആക്ഷൻ ഓഫ് മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് etc. on each population. Then genetic divergence will occur. Then population will not interbreed even if the barrier get disappeared. Then they are now reproductively isolated from each other. If the isolation is partial, sterile hybrids will be formed. Natural selection will eliminate such wastage. ഇനി അടുത്ത കാറ്റഗറിയാണ് ഗ്രാജുവൽ സ്പീസിയേഷൻ്റെ മെയിൻ കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറിയാണ് സിംപാട്രിക് സ്പീസിയേഷൻ.
If the population inhabiting the same area get reproductively isolated from each other due to some biological barrier for interbreeding, speciation may occur. അപ്പോൾ ഇവിടെ അലോപാട്രിക് സ്പീസിയേഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഒരു ബയോളജിക്കൽ ബാരിയർ ഉപയോഗിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തന്നെ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പ്സ് പരസ്പരം റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആവുമ്പോൾ അവ പുതിയ സ്പീഷീസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അലോപാട്രിക് സ്പീസിയേഷൻ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ പൈൻ ട്രീസ് പോലെയുള്ള ഏതോ ഒരു ട്രീ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേരൻ്റൽ സ്റ്റോക്കാണ് നിങ്ങൾ ഈ മാർക്ക് ചെയ്ത് കാണുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ജോഗ്രഫിക്കൽ ബാരിയർ ഉണ്ടാകുന്നു. ജോഗ്രഫിക്കൽ ബാരിയർ ഇതിനെ രണ്ട് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ചിട്ട് ഈ പൈൻ ട്രീസിൻ്റെ പോപ്പുലേഷനിൽ ഡോട്ടർ പോപ്പുലേഷനിൽ ജനറ്റിക് ഡൈവർജൻസ് ഉണ്ടാകും. അപ്പോൾ പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ബാരിയർ ഉണ്ടായതാണ് അവയെ പുതിയ സ്പീഷീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പീസിയേഷനാണ് അലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഈ സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഉള്ള ഇൻഡിവിജ്വൽസിന് പരസ്പരം ഇൻ്റർപ്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചില ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട്. ചില ബയോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവയ്ക്ക് ഇൻ്റർപ്രീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റൻസിൽ ഈ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ബയോളജിക്കൽ ബാരിയർ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഈ ഗ്രൂപ്പിനകത്ത് തന്നെ സബ് ഗ്രൂപ്പ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് ഡൈവേർജൻസ് ഈ ഗ്രൂപ്പിനകത്ത് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ബയോളജിക്കൽ ബാരിയറാണ് ഈ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ അതിനെക്കുറിച്ച് വലുതായിട്ട് വറി ചെയ്യേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഹോമോജീനസ് ഗ്രൂപ്പിൽ തന്നെയാണ് പുതിയ സ്പീഷീസ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബയോളജിക്കൽ ബാരിയർ അവയെ ആ ഗ്രൂപ്പിനകത്തുള്ള ഇൻഡിവിജ്വൽസിനെ കുറേ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആക്കുന്നതുകൊണ്ട്. ഇഫ് ദ പോപ്പുലേഷൻസ് inhabiting the same area get reproductively isolated from each other due to some biological barrier for interbreeding, speciation may occur. അപ്പോൾ അങ്ങനെ സ്പീസിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് സിംപാട്രിക് സ്പീസിയേഷനാണ്. അത് അലോപാട്രിക് സ്പീസിയേഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പം ഇവിടെ നമ്മൾ പല ഇൻസ്റ്റൻസസ് ഉണ്ട്. അതായത് ഈ സിംപാറ്റിക് സ്പീസിയേഷൻ നടക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. ടു പോപ്പുലേഷൻസ് വിത്ത് ദ സെയിം എക്കോളജിക്കൽ റോൾ കാനോട്ട് കോ എക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. അതായത് ഒരേ റോളുള്ള രണ്ട് പോപ്പുലേഷൻസ് ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരേ തരത്തിലുള്ള എക്കോളജിക്കൽ നിഷ് ഫോളോ ചെയ്യുന്ന പോപ്പുലേഷൻസ് ആണെങ്കിൽ അവ തമ്മിൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ആയിരിക്കും. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് വിൽ ഒക്കർ വിത്ത് 3 പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ അങ്ങനെ ഒരേ എക്കോളജിക്കൽ റോള് ക്യാരി ഔട്ട് ചെയ്യുന്ന രണ്ട് പോപ്പുലേഷൻസ് തമ്മിൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകുകയാണെങ്കിൽ അതിന് 3 ഔട്ട്കംസ് ആണ് ഉള്ളത്. ഒന്ന്, ദ ലെസ് അഡാപ്റ്റഡ് സ്പീഷീസ് മേ ഗെറ്റ് എക്സ്റ്റിങ്ക്ട്. അതായത് ഇതിനകത്ത് തന്നെ ലെസ് അഡാപ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റി എക്സ്റ്റിങ്ക്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ സം മേ മൈഗ്രേറ്റ് ടു അതർ റീജിയൻസ്. ചില ഗ്രൂപ്പ് അടുത്ത റീജിയൻസിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ അവ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ഉള്ള സാധ്യതയുണ്ട്. ദെൻ ദ പോപ്പുലേഷൻ മേ അണ്ടർഗോ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ മൂന്നാമത്തേതാണ് സ്പീസിയേഷന് കാരണമാകുന്നത്. ദ പോപ്പുലേഷൻ മേ അണ്ടർഗോ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ പോപ്പുലേഷൻസിൽ എലമെൻ്റൽ ഫോഴ്സസ് ഓഫ് എവല്യൂഷൻ ആക്ട് ചെയ്യും. അപ്പോൾ ഒരേ തരത്തിലുള്ള എക്കോളജിക്കൽ റോൾ ആണെന്ന് ഓർക്കണം. ഇപ്പോൾ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നു. ആ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ അവ മൈഗ്രേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ അതിനകത്തുള്ള കുറേ വെറൈറ്റീസ് മൈഗ്രേറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ഈ
സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൻ്റെ പ്രഷർ താങ്ങാൻ വയ്യാതെ അവ വേറെ ഏതെങ്കിലും ഒരു റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ലെസ് അഡാപ്റ്റഡ് സ്പീഷീസ് ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാം, അല്ലെങ്കിൽ പോപ്പുലേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കാം. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നത് എലമെൻ്റൽ ഫോഴ്സസ് ഓഫ് എവല്യൂഷനാണ്. അപ്പോൾ എലമെൻ്റൽ ഫോഴ്സസ് ഓഫ് എവല്യൂഷൻ ഈ പോപ്പുലേഷൻസിൽ ആക്ട് ചെയ്യും. മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് ഇതുപോലുള്ള പ്രോസസ്സുകൾ. അപ്പോൾ അത് ജനറ്റിക് ഡൈവേർജൻസിന് കാരണമാകും. അപ്പം ജനറ്റിക് ഡൈവേർജൻസ് ഉണ്ടാവും, will lead to genetic divergence, then it is followed by reproductive isolation. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ജനറ്റിക് ഡൈവേർജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഹോമോജിനസ് ഗ്രൂപ്പ് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആവും. അവയ്ക്ക് ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം ക്രിയേറ്റഡ് ആവുന്നതാണ്. അതിൻ്റെ അർത്ഥം അവ പുതിയ സ്പീഷീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറ്റപ്പെട്ടു. സ്പീസിയേഷൻ ഈസ് ദ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ അലോപാർട്ടിക് സ്പീസിയേഷനും സിംപാട്രിക് സ്പീസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അലോപാർട്ടിക് സ്പീസിയേഷനിൽ ഒരു ജോഗ്രഫിക്കൽ ബാരിയർ ഒരു പാരൻ്റൽ പോപ്പുലേഷനെ സ്പ്ലിറ്റ് ചെയ്ത് ആ സ്പ്ലിറ്റ് ചെയ്ത പോപ്പുലേഷൻ ഡൈവേർജ്ഡായി അവയിൽ എലമെൻ്റൽ ഫോഴ്സസ് ഓഫ് എവല്യൂഷൻ ആക്ട് ചെയ്ത് അവ പുതിയ സ്പീഷീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു. സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ഒരു ഗ്രൂപ്പിൽ തന്നെ സെയിം എക്കോളജിക്കൽ റോള് ക്യാരി ഔട്ട് ചെയ്യുന്ന പല പോപ്പുലേഷൻസും ഉണ്ടെങ്കിൽ ആ പോപ്പുലേഷൻസിലിടയ്ക്ക് ഡൈവേർജൻസ് ഉണ്ടായി ആ പോപ്പുലേഷൻ ബയോളജിക്കൽ ബാരിയർ കൊണ്ട് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയി പുതിയ സ്പീഷീസായിട്ട്, പുതിയ കാറ്റഗറി ആയിട്ട് മാറുന്ന ഒരു ടൈപ്പ് സ്പീസിയേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ബയോളജിക്കൽ ബാരിയർ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് ആയിട്ട് ഉള്ളൊരു സെഷൻ ഉണ്ടായിരിക്കും.